ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ സമയമില്ലാത്തവർക്കാണ്, സമയമില്ല, പിന്നെ ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെങ്കിൽ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വെറുതെ കുളിച്ച് നമ്മുടെ സ്കിന്നും ബോഡിയും ഒന്നിച്ച് തന്നെ വെളുപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ ഡെയിലി കുളിക്കാറുള്ളതാണ്, ആ വേറെ ഒരു ഫേസ് പാക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ വെളുക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളൊരു സ്കിൻ ബ്രൈറ്റനിങ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി സോപ്പാണ് കേട്ടോ, ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്ന സോപ്പാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. സ്കിൻ വൈറ്റനിങ്ങിനും ആക്നെ, പിമ്പിൾസ്, ബ്ലാക്ക് സ്പോട്ട്സ് എല്ലാം മാറ്റി സ്കിൻ നല്ലോണം ഗ്ലോ ചെയ്യാനും പറ്റിയ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സോപ്പാണ് ഇത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നൈറ്റ് മൊത്തം കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 4-5 ടീസ്പൂൺ വരെ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഒരു കൊറിയൻ സ്കിന്നൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ഈ പച്ചരി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളൊരു 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ നല്ലോണം കുതിരാൻ വെക്കണം. എന്നിട്ട് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുത്തിരിക്കണം കേട്ടോ. അപ്പോഴും കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് മുഖത്ത് ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ഫേസിൽ അപ്ലൈ ചെയ്താൽ സ്കിൻ നല്ലോണം ഗ്ലോ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഉണക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് ചെയ്യേണ്ടതാണ്. നല്ലോണം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ അതേ ഉണങ്ങിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ അരി നല്ലോണം പൊടിച്ചെടുക്കാവേ. അപ്പോൾ ഈ പൊടിച്ചെടുക്കാൻ നേരത്ത് ഒട്ടും നനവ് പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അരിയിലൊട്ടും നനവ് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഇങ്ങനെ ഉണക്കിയെടുക്കുന്നത്. എന്നിട്ട് ഉണക്കിയെടുത്തിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒട്ടും തരി ഇല്ലാണ്ട് തന്നെ പൊടിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സോപ്പിന് ഒരു സ്ക്രബിങ് എഫക്റ്റ് ആയി പോവും. അപ്പോൾ തരി ഇല്ലാണ്ട് നല്ല നൈസ് പൗഡറായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവേരയാണ്, കറ്റാർവാഴ. ഇത്രയും കുറച്ച് അത്യാവശ്യം മീഡിയം സൈസ് കറ്റാർവാഴ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ജെല്ലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ കറ്റാർവാഴ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്കിൻ നല്ലോണം ഗ്ലോ ചെയ്യാനും സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കിയിരിക്കാനും അതേപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകൾ, പിമ്പിൾസ്, ആക്നെ, ബ്ലാക്ക് സ്പോട്ട്സ് എല്ലാം മാറ്റി സ്കിൻ നല്ലോണം വൈറ്റൻ ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ കറ്റാർവാഴ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്കും കൊണ്ട് നല്ലോണം ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പ് നല്ലോണം പെട്ടെന്ന് തന്നെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഈ കറ്റാർവാഴ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അടിപൊളിയാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തായാലും ഈ കറ്റാർവാഴ എടുക്കുക. പിന്നെ അതേപോലെ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, ഈ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റാനും ഈ കറ്റാർവാഴ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും അറിയാലോ, ടാനിങ് മാറ്റാൻ അടിപൊളിയാണ് ഈ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് നല്ലോണം ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് സ്കിൻ നല്ലോണം വൈറ്റൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. സ്കിൻ പെട്ടെന്ന് നിറം വയ്ക്കാൻ നല്ലൊരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ വെയിലത്ത് പോയി തിരിച്ചു വരികയാണെങ്കിൽ ടാനിങ് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോപ്പും കൊണ്ട് ഒന്ന് മുഖം കഴുകിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറും കേട്ടോ. നമ്മൾ വേറൊരു ഫേസ് പാക്കോ അല്ലെങ്കിൽ തൈരോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതായത് സ്കിൻ കെയർ ചെയ്യാൻ സമയം ഇല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സോപ്പ് കൊണ്ട് ഫേസ് മുഖം കഴുകിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ പോയി സ്കിൻ പഴയ പോലെ തന്നെ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ കറ്റാർവാഴയും പൊട്ടറ്റോയും കൂടി നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഈ ജ്യൂസ് നല്ലോണം എക്സ്ട്രാക്ട് ചെയ്ത് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വെള്ളം മാത്രം മതി, അതിൻ്റെ തരികളൊന്നും വേണ്ട. അപ്പോൾ അത് ഇതേപോലെ കിട്ടും. ഇനി ഇതുകൊണ്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ സോപ്പ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പിയേഴ്സ് സോപ്പാണ് കേട്ടോ. അപ്പോൾ പിയേഴ്സ് സോപ്പ് ഞാൻ എടുക്കാൻ കാരണം എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്. പിന്നെ ഗ്ലിസറിൻ സോപ്പാണല്ലോ, അതുകൊണ്ട് പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സോപ്പ് ബേസ് ആയാലും എടുത്താൽ മതി കേട്ടോ. സോപ്പ് ബേസ് ഇടുമ്പോൾ കുറച്ചൊരു നല്ലൊരു സ്മെല്ലുള്ള ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിക്കണം എന്നുള്ളൂ, ഒരു സ്മെല്ലിന് വേണ്ടി കേട്ടോ. അപ്പോൾ അതേ ഞാനിത് നല്ലോണം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിലിങ്ങിലൂടെയാണ് മെൽറ്റ് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അത് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ആ ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ ഈ സോപ്പ് ബേസ് വേറൊരു പാത്രത്തിലിട്ടിട്ട് നമുക്കിത് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം മെൽറ്റായിട്ട് വരും കേട്ടോ. ഇതേപോലെ നല്ലോണം മെൽറ്റായി വരും. ഇനി മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന
വെക്കുന്ന മറ്റേ പൊടി ഉണ്ടല്ലോ, പച്ചരിപ്പൊടി, അതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. എല്ലാം പെട്ടെന്ന് ആഡ് ചെയ്യരുത്, കുറച്ച് വീതമാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് വീതം നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച അലോവേരയും പൊട്ടറ്റോ ജ്യൂസും അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് പയ്യെ ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൊട്ടറ്റോ ജ്യൂസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസോ ഒക്കെ ഒഴിക്കാം കേട്ടോ. നമ്മുടെ സ്കിൻ നല്ലോണം നിറം വെക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സ്, പിമ്പിൾസ്, ആക്നെ ഒക്കെ മാറാനൊക്കെ നല്ലതാണ് ഈ ബീറ്റ്റൂട്ടും അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസൊക്കെ. വേണമെന്നുള്ളവർ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് നേരമൊക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് നല്ലോണം ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. അതിനുശേഷം ഞാനൊരു ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുന്നുണ്ട്, 2-3 ഡ്രോപ്പ്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പിയർ സോപ്പിൻ്റെ മണം ഉണ്ടാവും. സോപ്പ് ബേസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇടാം, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇടാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇടാം, ആൽമണ്ട് ഓയിൽ ഇടാം. എന്ത് ഓയിൽ വേണമെങ്കിലും ഒരു 2-3 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, ഞാൻ ആകെ എസെൻഷ്യൽ ഓയിൽ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സിലിക്കോൺ മോൾഡിൽ ഒഴിച്ച് വെക്കാം. അപ്പം നമുക്ക് ഈ സിലിക്കോൺ മോൾഡ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഈ ഒരു പാത്രം കണ്ടില്ലേ, ഈ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തൂക്കണം, അത് മെയിനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എണ്ണ തൂകിയിട്ട് ഇങ്ങനെ നമുക്ക് ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ വരെ സെറ്റ് ആവാൻ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതേപോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പം ഞാനിത് തലേന്ന് ഉണ്ടാക്കിയതാണ്, പിറ്റേ ദിവസമാണ് ഞാനിത് ഇതിൽ നിന്ന് മാറ്റുന്നത്. അപ്പം നല്ലോണം തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല സോപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഒരു പിയർ സോപ്പല്ലേ ഇട്ടുള്ളൂ, അപ്പോൾ ഇതിന് നല്ലോണം പതയൊക്കെ ഉണ്ടാവുന്നു. നല്ലോണം പതയുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്, അതേപോലെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും കേട്ടോ. ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവും, എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സ്കിൻ കെയർ ചെയ്യാൻ സമയമില്ലാത്തവരാണ്, ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് 1 മാസം വരെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്കിൻ കെയർ ചെയ്തില്ലെങ്കിലും ഇത് ചെയ്താൽ മതി. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒട്ടും സ്കിൻ ഡ്രൈ ആക്കുകയില്ല, നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുകയും ചെയ്യും, അതേപോലെ സ്കിൻ നല്ലോണം വെളുപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 10-40 രൂപ അല്ലെങ്കിൽ 80 രൂപയൊക്കെ കൊടുത്ത് ഇങ്ങനെ വെറുതെ സോപ്പൊക്കെ വാങ്ങിച്ച് വെറുതെ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ ഒരു സോപ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റും, മോയ്സ്ചറൈസ്ഡ് ആക്കി ഇരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ ഒട്ടുമിക്ക പെൺപിള്ളേർക്കും ഉള്ള ഒരു ഇഷ്യൂ ആയിരിക്കും ബാക്ക് ആക്നെ മാറാനും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ മുടിയൊക്കെ ഇങ്ങനെ കിടന്ന് ബാക്കിൽ ചൂടുകുരു പോലെ ഉണ്ടാവും, അതൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, യൂസ് ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.